ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നോക്കിയ 5.3 ആണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകും. സോ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതാണ് നോക്കിയ 5.3യുടെ ബോക്സ്. ഈ ബോക്സിൻ്റെ ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഗ്രേഡ് വാറൻറ്റി അവർ തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയ 5.3 എന്ന് ഇതുപോലെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെ സീലിങ്ങും പുറകിൽ ഈ ഫോണിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷനും എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് ആ ബോക്സ് തുറന്ന് നോക്കാം. സോ ആ ബോക്സ് തുറന്ന് നോക്കുമ്പോൾ തന്നെ ആദ്യമേ ഇരിക്കുന്ന സിം ഇജക്ഷൻ പിന്നാണ്. ആദ്യമേ നമുക്ക് ആ ബോക്സ് തുറക്കുമ്പോഴേ കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് ഫോണാണ്. സോ നമുക്ക് ഫോൺ എടുത്ത് മാറ്റിയിട്ട് ബാക്കി ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. പിന്നെ വരുന്നത് ഫോണിൻ്റെ കേസാണ്. സിലിക്കോൺ കേസാണ്, അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്. പിന്നെ ഒരു യൂസർ ഗൈഡാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു ഹെഡ്സെറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പണ്ടത്തെ നോക്കിയയുടെ കൂട്ട് ഹെഡ്സെറ്റാണ്, ബഡ്സ് ഇല്ലാത്ത ഹെഡ്സെറ്റാണ്. പിന്നെ വരുന്ന ചാർജിങ് കേബിളും ചാർജിങ് അഡാപ്റ്ററുമാണ്. ചാർജിങ് അഡാപ്റ്റർ 10 വാൾട്ടിൻ്റെ ചാർജിങ് അഡാപ്റ്ററാണ്. ടൈപ്പ് സി കേബിളാണ്. ഇതൊക്കെയാണ് ഫോണിൻ്റെ ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഫോൺ ആ കവറിനകത്ത് നിന്ന് എടുക്കാം. ഇതാണ് നോക്കിയ 5.3. ഈ ഫോണിൻ്റെ കളറ് ചാർക്കോൾ കളറാണ്. പ്ലെയിൻ ഡിസൈനാണ് ബാക്കി നൽകിയിരിക്കുന്നത്. പിന്നെ റൗണ്ടിലാണ് 4 ക്യാമറ കൊടുത്തിരിക്കുന്നത്. പിന്നെ നടുക്കൊരു ഫ്ലാഷും അതിൻ്റെ താഴെ ഫിംഗർ പ്രിൻറ്റുമാണ്. ഇനി നമുക്ക് ഫോൺ ബൂട്ട് ചെയ്യാം. ഫോൺ ആൻഡ്രോയിഡ് 1 ഫോണാണ്. വലിയ ആഡും ആവശ്യമില്ലാത്ത ആപ്സ് ഒന്നും കാണിയല്ല. പഴയ ആ നോക്കിയയുടെ ഫോൺസിൻ്റെ ലോഗോയുടെ സൗണ്ട് എല്ലാ സ്മാർട്ട് ഫോണിലും നൽകിയിട്ടുണ്ട് ഇവർ. സോ ഇനി നമുക്ക് സെറ്റപ്പ് മൊത്തം കംപ്ലീറ്റ് ആക്കാം. ഇനി ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി
ഇനി ഫേസ് ലോക്കും ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഇതാണ് നോക്കിയ 5.3യുടെ ഹോം സ്ക്രീൻ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഫോണിന് 3GB റാമും 64GB ഇൻറ്റേർണൽ സ്പേസുമാണുള്ളത്. ഈ ഫോണിൻ്റെ OS ആൻഡ്രോയിഡ് 10 വരുന്നത്. പിന്നെ ഈ ഫോണിന് FM റേഡിയോ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ വെയിറ്റ് നോക്കി കഴിഞ്ഞാൽ 185 grams ആണ് വരുന്നത്. ബാക്ക് മെറ്റീരിയൽ പ്ലാസ്റ്റിക് ആണ്. പിന്നെ ഇത് 3 കളറിലാണ് വേരിയൻ്റ് വരുന്നത്. ക്യാനും സാൻഡും ചാർക്കോളും. നമ്മൾ ചാർക്കോൾ കളറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ഫേസ് ലോക്കും ഫിംഗർ പ്രിൻറ്റും എത്രമാത്രം ഫാസ്റ്റാണെന്ന് നോക്കാം. ആദ്യമേ ഫിംഗർ പ്രിൻറ്റ് നോക്കാം. അത്യാവശ്യം നല്ല സ്പീഡ് ഫിംഗർ പ്രിൻറ്റ് വർക്കാവുന്നുണ്ട്. ഭയങ്കര സ്പീഡല്ല, അത്യാവശ്യം സ്പീഡിൽ വർക്കാവുന്നുണ്ട്. അത്ര സ്ലോയും അല്ല, അത്ര ഫാസ്റ്റും അല്ല, മീഡിയം സ്പീഡിൽ ഫിംഗർ പ്രിൻറ്റ് വർക്കാവുന്നുണ്ട്. ഇനി നമുക്ക് ഫേസ് ലോക്ക് നോക്കാം. ഫേസ് ലോക്കും അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ വർക്കാവുന്നുണ്ട്. സോ അത് രണ്ടും അത്യാവശ്യം മീഡിയം സ്പീഡിൽ തന്നെ വർക്കാവുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ പ്രോസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗൺ 665 ആണ്. ബാറ്ററി 4000 mAh ബാറ്ററിയാണ്. റാം 3GB ആണ്. ഡിസ്പ്ലേയുടെ ഇഞ്ച് 6.55 ആണ്. ഗ്രാഫിക്സ് അഡ്രിനോ 610 ആണ്. സൈഡ് ചെറുതായിട്ടുള്ള ബെസൽലെസ് ഡിസ്പ്ലേ ആണ് ഈ ഫോൺ നൽകിയിരിക്കുന്നത്. വിത്ത് വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്. പിക്സൽ ഡെൻസിറ്റി 268 ppi ആണ്. പിന്നെ ഈ ഫോണിൻ്റെ സൈഡുകൾ നോക്കിക്കഴിഞ്ഞാൽ മേളി ഓക്സ് കേബിളും നോയ്സ് ക്യാൻസലേഷൻ മൈക്കും, റൈറ്റ് സൈഡിൽ പവർ ബട്ടണും വോളിയം റോക്കേഴ്സ് ബട്ടണുമാണ് നൽകിയിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിം സ്ലോട്ടും പിന്നെ വോയിസ് അസിസ്റ്റൻ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ബട്ടണും, പിന്നെ താഴെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ Type-C പോർട്ടും സ്പീക്കർ ഗ്രില്ലും പിന്നെ മൈക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറകിൽ 4 ക്യാമറയാണ്. 13 MP പ്ലസ് 5 MP പ്ലസ് 2 MP പ്ലസ് 2 MP ആണ് വരുന്നത്. ഇനി ഈ ഫോണിൻ്റെ ക്യാമറയിലെടുത്ത ഫോട്ടോസും വീഡിയോസും നോക്കാം. ഇത് റിയർ ക്യാമറയിലെടുത്ത ഫോട്ടോയാണ്. ഇത് നൈറ്റ് മോഡിലെടുത്ത ഫോട്ടോയാണ്. ഇതും നൈറ്റ് മോഡിൽ ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് എടുത്തതാണ്. ഇത് ഫ്ലാഷ് ഓഫ് ആക്കിയിട്ട് എടുത്തതാണ്. ഇത് മാക്രോ ക്യാമറയിൽ എടുത്ത ഫോട്ടോയാണ്. ഇത് ഫ്രണ്ട് ക്യാമറയിൽ എടുത്ത ഫോട്ടോയാണ്. ഇത് ഈ ഫോണിൽ നിന്ന് എടുത്ത വീഡിയോ ആണ്. ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ 8 MP ആണ്. പിന്നെ ഒരു കുഴപ്പമായിട്ട് തോന്നിയത് ഈ ഫോണിൻ്റെ ക്യാമറ നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ ആ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞ് ഒരു 2 സെക്കൻഡ് നമ്മളവിടെ ആ പൊസിഷനിൽ തന്നെ നിൽക്കണം. അല്ലെങ്കിൽ നമ്മൾ ഫോൺ തിരിച്ചെടുക്കുന്ന സമയത്ത് ബ്ലറാകുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയിലും അതുപോലെ തന്നെ ബാക്ക് ക്യാമറയിലും അങ്ങനെ 2 സെക്കൻഡ് നമ്മൾ പിടിച്ചുകൊണ്ട് നിൽക്കണം, എന്നിട്ട് മാറ്റാവുള്ളൂ.
ഇനി നമുക്ക് ഈ ഫോണിൻ്റെ സിം ട്രേ ഓപ്പൺ ആക്കി നോക്കാം. സോ അത് 2 സിമ്മും ഒരു മെമ്മറി കാർഡും ഇടാവുന്ന സ്ലോട്ടാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ബഡ്ജറ്റ് ഫോൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഫോൺ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ സിം 1ഉം സിം 2 സ്ലോട്ടും 4G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Wi-Fi ഈ ഫോണിന് അവൈലബിൾ ആണ്. ബാറ്ററി ടൈപ്പ് ലിയോൺ ബാറ്ററിയാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 20:9 ആണ് ആസ്പെക്ട് റേഷ്യോ. സ്ക്രീൻ റെസൊല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ 120x1600 പിക്സൽസ് ആണ് വരുന്നത്. ഇതിൻ്റെ എക്സ്പാൻഡബിൾ മെമ്മറി 512 GB വരെ ഇടാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും അത്യാവശ്യം നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല സൗണ്ട് ഔട്ട്പുട്ടും ഈ ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇത്ര നേരം ഉപയോഗിച്ച് നോക്കിയിട്ട് വലിയ ലാഗൊന്നും കാണുന്നില്ല. ഒരു പ്യുവർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഫോണിന് 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ഗ്യാരൻറ്റി അവർ തരുന്നുണ്ട്. അപ്പം ആൻഡ്രോയിഡ് 11ഉം ആൻഡ്രോയിഡ് 12 നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നതായിരിക്കും. സോ അത് ഒരു നല്ല കാര്യമാണ്. ബഡ്ജറ്റ് ഫോണിനൊക്കെ 2 അപ്ഗ്രേഡും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. സോ ഇതാണ് നോക്കിയ 5.3യുടെ അൺബോക്സിങ്ങും ഫസ്റ്റ് ലുക്കും. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.